ഹലോ ഗൈസ്, ഇറ്റ്സ് നിരീഷ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീറ്റ് വിൻറ്റേജ് കിങ് നമ്മുടെ നെക്സ്റ്റ് പാർട്ടി ഇവിടെ ആരംഭിക്കുകയാണ്. ബാക്കിൽ തന്നെ നിങ്ങൾ ഒരുപാട് വണ്ടികൾ കാണുണ്ടാവും. നമ്മൾ വേറൊരു വെറൈറ്റി വീടിന് മുറ്റത്തുള്ളത്. ഈ വീഡിയോ ഒരിക്കലും മിസ് ചെയ്ത് വണ്ടി ഭ്രാന്തനാണോ ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം. അത്രത്തോളം വെറൈറ്റി കളക്ഷൻസ് ആണ് ഇവരുടെ കയ്യിലുള്ളത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ വിൻറ്റേജ് കളക്ഷൻ്റെ ഓണർ റെഹാൻ ബ്രോ ആണ്. അപ്പോൾ റെഹാൻ ബ്രോനോട് നമുക്ക് ചോദിച്ചു നോക്കാം. ഫസ്റ്റ് റെഹാൻ ബ്രോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളക്ഷന് ഇങ്ങനത്തെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തതെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം കളക്ഷൻ എന്നുള്ള രീതി സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എന്താണ്? അതൊരു പാഷൻ്റെ പുറത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. പാഷൻ്റെ പുറത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. കുറേ വർഷമായി തുടങ്ങിയിട്ട്? അതെ അതെ. ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും നമ്മൾ? ഇപ്പോൾ 2015 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കളക്ഷൻസ്. ഒരുപാട് വണ്ടികൾ കണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ചെണ്ണം ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളൂ. ബാക്കി കുറേ കളക്ഷൻസ് അവിടെ ഉണ്ടല്ലോ അല്ലേ? നമുക്ക് പിന്നെ വർക്ക് നടക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഏത് വണ്ടിയാണ് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്? മെറ്റഡോർ പരിചയപ്പെടുത്താം. മെറ്റഡോർ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്കൊരു വിന്റേജ് മെറ്റഡോർ ഉണ്ട്. അപ്പോൾ ഇത് ഏതാ ഇയർ ഏതാ വരുന്നത്? 1995 ആണ്. 1995. ഇത് F307 എന്ന് പറഞ്ഞ മോഡലാണ്. ഓക്കെ. ഇത് TN ആണ് വരുന്നത്? അതെ, TN അല്ലേ? ഓക്കെ. നമുക്ക് ഇത് ഒക്കെ റണ്ണിങ് കണ്ടീഷനിലല്ലേ വണ്ടികൾ? എല്ലാം റണ്ണിങ് കണ്ടീഷനിലാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്? ഓ, ഒരുപാട് ഫാൻസ് ഉള്ള ഒരു സാധനമാണ് ഈ മെറ്റഡോർ. ഹീറ്റ് ചെയ്തിട്ട് ആണ് സ്റ്റാർട്ട് ചെയ്യല്. ഇങ്ങനെ ഹീറ്റ് ചെയ്യാം, കഴിഞ്ഞിട്ട് അടിക്കാം. ഹീറ്റ് ചെയ്തിട്ട് വേണം വണ്ടി. അതെ അതെ അതെ, ഹീറ്റ് ചെയ്യുന്ന മോഡലാണ്. വണ്ടി റണ്ണിങ് കണ്ടീഷൻ ആണ് കേട്ടോ. ഇത് ബാക്കി പണിയാനുള്ളതെന്നല്ലേ പറഞ്ഞത്? റെസ്റ്റോർ ചെയ്യാനുള്ളതാണ്. അപ്പൊ അടുത്ത വർക്ക് തുടങ്ങുമോ? ഞാൻ അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യും. വർക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്നുകൂടി വരണം എന്നാൽ. ഓ, ചെയ്യാം. ഞാൻ ഒരു വണ്ടി വേറെ റിസ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്റെ കയ്യിൽ 2 മെറ്റഡോർ ഉണ്ട്. രണ്ടെണ്ണം ഉണ്ട്. ആ ഒരു കാണിച്ചു തരണം കേട്ടോ. നമുക്ക് ഷെഡിലുണ്ട്. ഇത് ശരിക്കൊരു കാരവാൻ ടൈപ്പ് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണോ? അതെ അതെ. നല്ല രസം ഉണ്ടാവും കാണാനല്ലേ. ഓ, നമുക്ക് ചെയ്യാം. ഈ നെക്സ്റ്റ് എന്റെ കയ്യിൽ CJ5 ആണ്. ഇത് ജീപ്പിന്റെ കെയ്സർ എന്ന് പറഞ്ഞ മോഡലാണ്. ജീപ്പിന്റെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് അല്ലേ? അതെ അതെ. അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരുമോ? ഓ, ഇതൊരു മാരക ലുക്കുള്ള സാധനം കേട്ടോ. നമ്മൾ ഫസ്റ്റ് വരുന്ന സമയത്ത് മൂപ്പര് ഇതിലാണ് ഇങ്ങോട്ട് വരുന്നത്. ഇത് വെറൈറ്റി ഒരു ലുക്കാണ് ഇങ്ങനെ വരുന്നത് കാണാൻ വേണ്ടി വണ്ടി. ഇനി ഇതിലെന്താ KL0 കാണിക്കാൻ കാരണം? അത് KL0 പഴയ രജിസ്ട്രേഷൻ ആണ്, പഴയ കോട്ടയം രജിസ്ട്രേഷൻ ആണ്. അതുകൊണ്ടായിരിക്കും KL0 ആയിരിക്കും. അതെ അതെ അതെ. KL0 9897 ആണ്. എത്ര വർഷം ഏകദേശം പോയിക്കേണ്ടത് ഈ വണ്ടിക്ക്? ഇത് 67 മോഡലാണ്. 67. ഓ, അപ്പൊ കുറെ ആയല്ലോ. 67. അതെ, KL0 ആയിരുന്നു. കോട്ടയം ഓൾഡ് രജിസ്ട്രേഷൻ ആണ് KL0 വരുന്നത്. ഫസ്റ്റ് ഞാൻ വരുന്ന സമയത്ത് KL0 കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. KL0 എങ്ങനെ വന്നത് എന്നുള്ളത്. സംഭവം KL0 ആണ് കേട്ടോ. ഇനി നമുക്ക് മെയിൻ ആയിട്ട് ഒരു സാധനം ഉണ്ട് അവിടെ കിടക്കുന്നത്. ഇത് കയറാൻ തന്നെ ചിലപ്പോൾ ഒരു കോണി വെക്കേണ്ടി വരും. നമുക്ക് അതൊന്ന് കയറി വെക്കല്ലോ ഉള്ളിലേക്ക്? ഓ, കയറി വെക്കാം. എങ്ങനെ എന്തിലും കയറല്? അങ്ങനെ തന്നെ. ഒരു 1.5 മുതലാട്ടോ അതിനുള്ളിൽ ഇരുന്നിട്ട് ഓൾ ഏരിയ കാണുന്നുണ്ട്. ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നമുക്ക്? റൂമിന്റെ ഉള്ളിൽ ഇരുന്നിട്ടേ കംപ്ലീറ്റ് ഏരിയ. ബാക്കിയുള്ള വണ്ടികളൊക്കെ ചെറുതാട്ടോ, എല്ലാ വണ്ടിയും ചെറുത്. അതെ അതെ അതെ. ഇതൊരു വെറൈറ്റി സംഭവം കാണിച്ചു തരാം.
ഇവിടെ ഒരു ഓപ്പണിങ് വരുന്നുണ്ട് കേട്ടോ. വലിക്കുക. അതെ, കറക്റ്റ് ആർമി ട്രക്കാണ് വരുന്നത്. വേറെ തന്നെ മൂഡ് സാധനമാണ്. തിരിച്ചു വെക്കണമെങ്കിൽ ആർമിയിൽ ഓപ്ഷനിൽ എടുത്തിട്ട് കുറെ കാലമായോ എടുത്തിട്ട്? കുറച്ചായിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ പുറത്തേക്ക് ഇറക്കാം. നല്ല ചൂട്, നല്ല വെയിലായതുകൊണ്ട് ഇത് AC ചെയ്യണം ക്യാബിൻ. ഇന്ന് ഇറങ്ങണമെങ്കിലേ കുറച്ച് പണിയുണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത ഐറ്റം വരുന്നത് ഇത് മാസേ ഫെർഗൂസന്റെ ട്രാക്ടറാണ്. ഈ ട്രാക്ടറിനോടൊരു കമ്പം തോന്നാൻ കാരണം ഇത് നമ്മൾ ഫാമിൽ ഉപയോഗിക്കലുണ്ടായിരുന്നു. ഫാമിൽ പിന്നെ ഇത് പഴയ മോഡല് ഒരു ഭംഗിയാണ് കാണാൻ. ഇതിന്റെ ഫ്രണ്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് സാധനത്തിന്റെ. അതായത് നിങ്ങളെ സമ്മതിച്ചു, ഇത്രയും വണ്ടികൾ ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നല്ല രീതിയിലുള്ള ഒരു കോസ്റ്റ് വരില്ലേ? വരും. നിങ്ങളടുത്തൊരു വെറൈറ്റി സാധനമല്ലേ അവിടെ ഉള്ളിൽ? ഇന്ത്യയിലെ ഒരേ ഒരു ബൈക്കുള്ള അത് ജാവന്റെ ലബനക്ക്. ഇതാണ് നമ്മളാ പറഞ്ഞ വെറൈറ്റി സാധനം. ഇതാണ് കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്താ? ഇതൊരു ജാവന്റെ ഒരു സ്ക്രാംബ്ലർ മോഡൽ വണ്ടിയാണ്. ഇതൊരു ISDT എന്ന് പറഞ്ഞ ഒരു ട്രയൽസിന് വേണ്ടിയിട്ട് ഇറക്കിയ വണ്ടിയാണ് ജാവ. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടഡ് ആയിരിക്കും അല്ലേ? ഇമ്പോർട്ടഡ് ആണ്, ചെക്കോസ്ലോവാക്കിയൻ ഇമ്പോർട്ടഡ്. ഇത് കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് ആണ്. അതിന്റെ കീ വരുന്നതും കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് വരുന്നത്. അതെ. കീ ഇവിടുത്തെ ESD മോഡൽസിനൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ പുഷ് ചെയ്യുന്ന മോഡലാണ്. ഓക്കെ, ടാങ്കിന്റെ മുകളിലാണ് വരുന്നത്. അതെ. അപ്പൊ കാണുമ്പോൾ തന്നെ ഒരു വെറൈറ്റി ഉള്ള ഒരു മുതലാണ്. കുറെ വെറൈറ്റികൾ. അതിന്റെ സൈലൻസർ കുറച്ച് ഇങ്ങനെ പൊന്തിയിട്ടാണുള്ളത്. നല്ല ക്യൂട്ടാണ് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര രസമുള്ള വണ്ടി. അപ്പോ ഇനി ബാക്കി വണ്ടികൾ അതൊക്കെ പണി കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നുകൂടി വരുന്നതാണ്. ഓ ആയിക്കോട്ടെ. അന്ന് ഇതേപോലെ ഒന്ന് കാണിച്ചു തരണോ? ഫുള്ള് വർക്ക് എടുത്തിട്ട് കാര്യങ്ങളൊക്കെ. എന്നാ ഓക്കെ, എന്നാലേ താങ്ക് യു, വെൽക്കം. ചെറിയ രീതിയിലുള്ളൊരു സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ലൈക്കോ കമൻറ്റോ ഹൈപ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതാണ്. തൽക്കാലം ഈ ഒരു പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ബൈ.